തൃശൂർ ഏങ്ങണ്ടിയൂരിൽ ദളിത് യുവാവ് വിനായകൻ ജീവനൊടുക്കിയ സംഭവത്തിൽ കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്ന് കുടുംബം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി അറിയിച്ചിട്ടും ഫലമുണ്ടായില്ലെന്നാണ് ആക്ഷേപം. പോലീസുമായി ചേർന്ന നിലവിലെ പ്രോസിക്യൂട്ടർ ഒത്തുകളിക്കുകയാണെന്നും ഇയാളെ മാറ്റണമെന്നും ആവശ്യപ്പെട്ട് പരാതി നൽകിയതായി വിനായകന്റെ അച്ഛൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കസ്റ്റഡി മർദ്ദനത്തിൽ മനം നൊന്ത് 18 വയസ്സുകാരൻ വിനായകൻ 2017 ജൂലൈ 18-നാണ് ജീവനൊടുക്കുന്നത്. വൻ വിവാദമായ സംഭവത്തിനു പിന്നാലെ തുടങ്ങിയതാണ് പിതാവ് CK കൃഷ്ണന്റെയും കുടുംബത്തിന്റെയും പോരാട്ടം. വിനായകന്റെ മരണത്തിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് പാവറട്ടി സ്റ്റേഷനിലെ CPOമാരായിരുന്ന K സാജനും PT ശ്രീജിത്തിനുമെതിരെ പ്രേരണാകുറ്റം ചുമത്തി കേസെടുത്തത്. ഉദ്യോഗസ്ഥർ സസ്പെൻഡ് ചെയ്യപ്പെട്ടെങ്കിലും മാസങ്ങൾക്കകം സർവീസിൽ തിരിച്ചുകയറി. മകൻ മരിച്ച് 8 വർഷം പിന്നിട്ടിട്ടും നീതി ലഭ്യമായിട്ടില്ലെന്ന് കൃഷ്ണനും കുടുംബവും പറയുന്നു. ഒരു വക്കീലിനെ വെച്ചിട്ടുണ്ട്, അത് ഞങ്ങളെ അത് ആ വക്കീലിനെ കൊണ്ട് ഈ കേസ് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ആള് പോലീസുകാരോട് ചോദിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഞാൻ വർഗീസ് സാർ എന്ന് പറഞ്ഞൊരു വക്കീൽ, എറണാകുളത്തുള്ള വക്കീൽ, ആളെടുത്ത് പോയിട്ട് ആളെ ജൂനിയറെ വക്കീലാണ് ഇപ്പോൾ എൻ്റെ കേസ് വാദിച്ചത്. ആ വക്കീലിന് തന്നെ വേണമെന്നാണ് എൻ്റെ, എന്നാലും എനിക്ക് നീതി കിട്ടുള്ളൂ. പോലീസ് അന്വേഷണം വഴിമാറുന്നുവെന്ന് കണ്ടപ്പോൾ മറ്റ് ഏജൻസികൾക്ക് അന്വേഷണം കൈമാറണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നെങ്കിലും ഫലമുണ്ടായില്ല. കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട കേസിൽ ഇതുവരെ വിചാരണയും തുടങ്ങിയിട്ടില്ല. സർക്കാർ നിയോഗിച്ച പബ്ലിക് പ്രോസിക്യൂട്ടർ പോലീസുമായി ചേർന്ന് ഒത്തുകളിക്കുകയാണെന്നും ഇയാളെ മാറ്റണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി അറിയിച്ചിരുന്നതായി ദളിത് സമുദായ മുന്നണി പ്രവർത്തകർ പറയുന്നു. 2 മാസം ഞങ്ങൾ അതിനെ കാത്തു നിൽക്കുകയും വീണ്ടും ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വയ്ക്കാത്തൊരു സാഹചര്യം വന്നപ്പോൾ കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയിൽ 2-3 തവണയായിട്ട് ആ കേസ് നീട്ടിവെക്കുന്നതിനുള്ള നടപടിയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് എത്രയും വേഗം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്നാണ് നമ്മുടെ ഒരു ആവശ്യം. പ്രോസിക്യൂട്ടറെ മാറ്റണമെന്നാവശ്യപ്പെട്ട് കുടുംബം കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ ഏതുവിധേനയും അതിനെ പ്രതിരോധിക്കാനും നീതി നേടിയെടുക്കാനുമുള്ള പോരാട്ടം തുടരാനാണ് കൃഷ്ണന്റെയും ദളിത് സമുദായ മുന്നണിയുടെയും തീരുമാനം. ന്യൂസ് മലയാളം, തൃശൂർ.